സെല്ലറിന് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളൂ. 29 രൂപ വെച്ചാൽ എല്ലാ ഫോണും നിങ്ങൾ മേടിക്കണ്ടല്ലോ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഇന്ത്യക്കാരെ മൊത്തം മേടിക്കണ്ടല്ലോ നിങ്ങള്. നമ്മൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്തതിന് താങ്ക് യു. സെല്ലർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും പുതിയൊരു ഫോൺ മേടിക്കുമ്പോൾ 29 രൂപ സെക്യൂർഡ് പാക്കിംഗ് ഫീ എന്ന് പറഞ്ഞ് അവർ മേടിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുകൂലിച്ചും അതിനെ എതിർത്തുകൊണ്ടും പലരും പല കമൻറ്റ് അടിച്ചു. എന്നാൽ ഞാൻ ഈ ഒരു കേസിൻ്റെ പേരിൽ കൺസ്യൂമർ ഫോറത്തിൽ ഫ്ലിപ്കാർട്ടിൻ്റെ എതിരെ ഒരു കംപ്ലൈൻറ്റ് എടുത്തു. അവർ എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാം, ഇവർ പൈസ വെറുതെ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ഒരു മാർഗമാണിത്. നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ പുതിയ ഫോൺ മേടിക്കുമ്പോൾ ഈ 29 രൂപ മേടിക്കുന്നതിനെതിരെ കൺസ്യൂമർ ഫോറത്തിൽ ഒരു പരാതി കൊടുക്കണം. എങ്ങനെയാണ് പരാതി കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് അറിയില്ലാന്ന് വെച്ച് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിലാക്കിയിട്ട് ആ സംഭവം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത്രയും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ സാധിക്കും. എല്ലാവരും ഇവർക്കെതിരെ കൺസ്യൂമർ ഫോറത്തിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഇവർ നിർത്തും. എന്നോട് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ആ സംസാരിച്ച ചേച്ചി പറഞ്ഞത്, നമ്മുടെ കയ്യിലല്ല ഇതിൻ്റെ നിയന്ത്രണം, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ കയ്യിലല്ല ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, ഇത് വിൽക്കുന്ന സെല്ലറിൻ്റെ കയ്യിലാണ് ഫുൾ പരിപാടി. അതായത് ഫ്ലിപ്കാർട്ടിന് ഇതിന് ഒരു റോളുമില്ലെന്ന്. ഈ 29 രൂപ മേടിക്കുന്ന സെല്ലർ 29 രൂപയ്ക്കെതിരെ നമ്മൾ പരാതി കൊടുത്തപ്പോൾ അതിന് നഷ്ടപരിഹാരം തരുന്നതും സെല്ലർ. എന്നെ കോള് വിളിച്ച ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഫുള്ള് സെല്ലറാണെന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിന് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു നിയന്ത്രണമില്ല. ഈ ഒരു പൈസ എനിക്ക് തരാൻ വേണ്ടി, അതായത് 29 രൂപയാണ് പാക്കിംഗ് ചാർജ് മേടിച്ചത്, ഇവരെനിക്ക് 100 രൂപ തിരിച്ചു തന്നിട്ടുണ്ട്, നഷ്ടപരിഹാരം ഉൾപ്പെടെ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇത് സെല്ലറോടെ ചോദിച്ചിട്ട് സെല്ലർ എന്ത് പറയുന്നു അത് വേണം ചെയ്യാമെന്ന് ആ കോളിൽ തന്നെ പറയുന്നുണ്ട്. കോളിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടുതരാം. അതായത് നിങ്ങൾ ഇതിനകത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, സെല്ലറാണ് ഇവിടെ ഫുള്ള് തീരുമാനിക്കുന്നത്. ഈ 29 രൂപ മേടിക്കുന്നത് അന്യായമാണ്, തട്ടിപ്പാണെന്ന് സെല്ലർക്കറിയാം. അതുകൊണ്ട് ഞാൻ കൺസ്യൂമർ ഫോറത്തിൽ പോയതുകൊണ്ട് സെല്ലർ എനിക്ക് 29 രൂപയ്ക്ക് പകരം 100 രൂപ തിരിച്ചു തന്നിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ, സംഭവം തട്ടിപ്പാണ്. എല്ലാവരും ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ച് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ പൈസ ഇനിയും പോകാണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഒന്ന് കമൻ്റ് അടിച്ച് അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ ഒന്ന് ക്ലിക്കാക്കി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ചേച്ചിയായിട്ടുള്ള കോളൊന്ന് കേൾക്കാം. ഒരിത് ഞാൻ വിളിച്ചത് ഒരു കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ വേറെ ടീമിനാണ്. മലയാളം കോൾ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ കംപ്ലൈന്റ് റേസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റിന് പാക്കേജ് എക്സ്ട്രാ ചാർജസ് പേയ്മെന്റ് ചെയ്തു എന്നുള്ള എക്സ്ട്രാ പാക്കേജ് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്, അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു കൺഫേം ചെയ്തതിന്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ സേഫ് പാക്കേജിങ് ചാർജസ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്ട്രാ പാക്കേജിങ് ഇല്ല. അതാ ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ എക്സ്ട്രാ ബബിൾ റാപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്, അതില്ലെന്നാണോ? ഒരു സാധനം അതിനകത്ത് ഇല്ല. അതായത് ആ ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ ഉള്ളിൽ ബോക്സ് ഫോൺ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല. അതിനൊപ്പം അപ്പൊ എന്താണ് ജിത്തിന്റെ ഭാഗത്തുനിന്ന് ജിത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. എനിക്ക് പറയാൻ ഇത്ര സംഭവമുള്ളൂ. നിങ്ങൾ ഒരു സംഭവം ചെയ്യുന്നില്ല. നിങ്ങളാണെങ്കിൽ അഡീഷണൽ ആയിട്ട് 29 രൂപ എന്തുകൊണ്ട് മേടിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാ പറഞ്ഞ എക്സ്ട്രാ ചാർജസ് ആയിട്ട് ഒന്നും എടുക്കുന്നില്ല. 29 രൂപ നിങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ, 29 രൂപ നിങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ. അത് കസ്റ്റമറിന് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന 29 രൂപ മേടിച്ച കുഴപ്പമില്ല. ഇത് നിർബന്ധിച്ച് നിങ്ങളെ അതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് മേടിക്കണം 29 രൂപ. പക്ഷെ നിങ്ങൾ 29 രൂപ ഒന്നും തന്നെ ചെയ്യുന്നില്ല.
അതാണ് പറഞ്ഞു വരുന്നത്. അതിനകത്ത് ആ ബബിൾ റാപ്പിംഗ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. വേറെ എക്സ്ട്രാ അതിനകത്ത് പാക്കേജിംഗ് ഇല്ല. മാനുഫാക്ചറിങ് ബോക്സും പ്ലസ് പ്രൊഡക്റ്റ് ബബിൾ റാപ്പ് ചെയ്തിട്ടുമാണ് അങ്ങനെ ബബിൾ റാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം കാർബോർഡ് പെട്ടി തന്നെ വന്നാൽ അതൊരു കുഴപ്പമില്ല. 29 വരെ നിങ്ങൾ എന്തിനു മേടിക്കണു അതെനിക്കറിഞ്ഞാൽ മതി. അതാണ് അത് നോർമൽ പാക്കേജിങ്ങിന്റെ ആ ചാർജസ് ആണ്. നോർമൽ പാക്കേജിന് എന്താണ് 29 രൂപ മേടിക്കണത്? സെക്യൂർ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 29 രൂപ എന്തിനു മേടിക്കണം? അത് നോർമൽ പാക്കേജിന്റെ ചാർജസ് ആണ് 29 റുപ്പീസ്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് നോർമൽ പാക്കിങ്ങിന്റെ ചാർജ് എന്തിനാ നിങ്ങൾ മേടിക്കണത്? ഇത്ര വില കൂടി ഫോൺ മേടിക്കുന്നത് നോർമൽ പാക്കിംഗ് ചാർജ് എന്തിനാ മേടിക്കണത്? വേറെ ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഇങ്ങനെ പൈസ മേടിക്കണത്? ജിതിന് 29 റുപ്പീസ് വേണം എന്നാണോ ഈ പറയുന്നത്? എനിക്ക് 29 റുപ്പീസ് വേണമെന്നല്ലേ. നിങ്ങൾ ഇന്ത്യക്കാരെ മൊത്തം കൊള്ളയടിക്കുകയല്ലേ 29 രൂപ വെറുതെ മേടിച്ച്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് സെല്ലർ നിങ്ങൾ 229 രൂപ വെച്ച് എല്ലാ ആൾക്കാരെയും മേടിച്ചിട്ട് നിങ്ങൾ പറ്റിക്കല്ലേ ആൾക്കാരെ? ഇന്ത്യക്കാരെ മൊത്തം പറ്റിക്കല്ലേ? വേറെ ഏതെങ്കിലും സൈഡിൽ ഇങ്ങനെ മേടിക്കുന്ന അഡീഷണൽ ആയിട്ട് ഫോണിന്റെ കൂടെ എക്സ്ട്രാ പൈസ മേടിക്കണ്ടോ? അങ്ങനെ ഒരു കാര്യം ഫ്ലിപ്കാർട്ട് ചെയ്യാറില്ല. ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്തുനിന്നോ സെല്ലറിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ചെയ്യാറില്ല. ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്ത് അതിനാണ് ചെയ്യുന്നത്. കാരണം 29 രൂപ സെക്യൂർ ഫീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതിൽ ബബിൾ റാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. 1 മിനിറ്റ് ഒന്ന് ലൈനിൽ വെയിറ്റ് ചെയ്യാം. ചെക്ക് ചെയ്യാണ്ട് എനിക്കൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. 1 മിനിറ്റ് കോൾ ഒന്ന് ഹോൾഡിൽ വെച്ചോട്ടെ. കട്ട് ചെയ്യണ്ട, ലൈനിൽ തന്നെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ 100 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ തരാൻ റെഡിയാണ്. അതാണെങ്കിൽ 24 hours താങ്കളുടെ ഫ്ലിപ്കാർട്ട് വാലറ്റിൽ റിഫ്ലക്ട് ചെയ്യും. ഇനിയിപ്പോ നമ്മൾ അതല്ല എനിക്ക് ഇത്ര സംസാരിച്ചത്. ഇപ്പൊ നാളെ നമ്മൾ ഫോൺ മേടിച്ചാൽ 29 രൂപ നിങ്ങൾ മേടിക്കില്ലേ? സെല്ലർക്ക് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് അവർ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അവരെന്താണെന്ന് വെച്ചാൽ നോക്കും. ഇപ്പോ 100 രൂപ, അതായത് ഈ സെല്ലറിന് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളൂ. 29 രൂപ വെച്ചാൽ എല്ലാ ഫോണും നിങ്ങൾ മേടിക്കണ്ടല്ലോ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഇന്ത്യക്കാരെ മൊത്തം മേടിക്കണ്ടല്ലോ നിങ്ങള്. നമ്മൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്കൾക്ക് 100 റുപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. എങ്കിലേ നിങ്ങൾ 100 റുപ്പീസ് തന്നോ? ഒന്നുമില്ലാണ്ടിരിക്കണെങ്കിലും തന്നോ, ഞാൻ മേടിച്ചോളാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. 24 hours വെയിറ്റ് ചെയ്യുക. ഇപ്പം വെയിറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് പറയാം. ജിതിൻ ലൈനിൽ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു. സെല്ലർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജിതിൻ ലൈനിൽ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു. ചെക്ക് ചെയ്യുക ഫ്ലിപ്കാർട്ട് വാലറ്റിൽ അത് റിഫ്ലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ചെക്ക് ചെയ്യണ്ടേന്ന് അറിയാലോ അല്ലേ? അതൊക്കെ അറിയാം. ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ കേസ് ക്ലോസ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ വിലപ്പെട്ട സമയത്തിന് നന്ദി. ഫ്ലിപ്കാർട്ടുമായി ഷോപ്പിംഗ് ചെയ്തതിനും ശുഭദിനം ആശംസിക്കുന്നു. കോൾ വെച്ചോളൂ കേട്ടോ. താങ്ക് യു.